നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മപ്പൂക്കളുമായി വരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രശാന്ത സുന്ദരമായ കാട്ടിലൂടെ ഒരു യാത്ര. അവിടെ നമ്മെ കാത്തിരിക്കുന്നു കാട്ടിലെ കൂട്ടുകാർ. നമ്മളൊരു കാര്യം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് ഇതേവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ. ചർച്ച അവസാനിപ്പിച്ച് ചായ കുടിക്കാൻ പോണതായിരിക്കും സൂപ്പർ ഐഡിയ. നമ്മൾ ആലോചിച്ചത് ഒരു നല്ല കാര്യമല്ലേ? നല്ല കാര്യം തന്നെയാ, പക്ഷെ എനിക്കതിനൊന്നും നേരില്ല കേട്ടാ. അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഗംഭീർ കൂടെ നിക്കില്ലല്ലോ. ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞേക്ക്. ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, നമ്മളെല്ലാവരും കൂടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് കൂടെ നിൽക്കല്ലേ വേണ്ടത്. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഒരു പൊതുപ്രവർത്തകർ വന്നിരിക്കുന്നു. ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നേ. പിന്നെ എനിക്ക് നിങ്ങളുടെ ചായയും വേണ്ട, ഒരു കുന്തവും വേണ്ട, പോടുന്നു. കഷ്ടമായി പോയി കേട്ടോ. ഒരു നല്ല കാര്യം തീരുമാനിക്കാൻ ആലോചിക്കുന്ന സമയത്താ പിണങ്ങിപ്പോയത്. എന്തായാലും മോശമായി പോയി. അതെ അതെ, ശരിയാ. എന്താ മക്കളെ ഒരു ചർച്ച? ഞങ്ങളൊരു സഹായനിധിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. അത് കൊള്ളാമല്ലോ സാറേ. ചർച്ച ചൂട് പിടിച്ചു വരുമ്പോഴാ ഗംഭീർ പിണങ്ങിപ്പോയത്. അയ്യോ, അതാണോ ഗംഭീർ വളരെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ടത്? അതെ സാറേ, ആ പോക്കാണ് സാറ് കണ്ടത്. ആട്ടെ, നിങ്ങളുടെ പ്ലാൻ എന്താ? അതായത് ഞങ്ങള് വീടുകൾ തോറും ചികിത്സാ സഹായ നിധി എന്ന ലേബൽ ഒട്ടിച്ച ഒരു ചെറിയ പെട്ടി വെക്കും. സാറേ, പെട്ടിയിൽ ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ ഇടുവാൻ പറയും. കൊള്ളാം, നല്ല ഐഡിയ. ഈ പണം രോഗികളായ ആളുകൾക്ക് സഹായിക്കാൻ എടുക്കാമല്ലോ. തീർച്ചയായും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത്തരം ഒരു പരിപാടിക്ക് മുൻകൈ എടുക്കുന്നതിന്. പിന്നെ ഞാൻ വന്നത് ക്ലബ്ബ് ചെയ്യാറുള്ള പരിസര ശുചീകരണം ഇപ്പൊ കുറഞ്ഞു വരുന്നതായി കാണുന്നു. അതൊന്ന് ഉഷാറാക്കണം. അത് ശരി സാറേ, അത് പിന്നെ സാറേ, ഒരു ഡപ്പി സാറിന്റെ വീട്ടിലും വെക്കും. തീർച്ചയായും നമ്മുടെ നിത്യജീവിതത്തിൽ അനാവശ്യമായി ചെലവാക്കുന്ന പണം അതിനായി മാറ്റിവെക്കാം. അല്ല, നമ്മൾ ഏകദേശം എത്ര പെട്ടി വെച്ചു എന്ന് അറിയോ? എന്തായാലും ഒരു 10-100 വെച്ച് കാണും. ഇതുകൊണ്ടൊക്കെ എന്താവാനാ? ഒരാളെ സഹായിക്കണമെങ്കിൽ എത്ര പണം വേണം? ഇപ്പൊ വരുന്ന അസുഖങ്ങൾ അത്തരത്തിലാ. കിഡ്നി, ഹാർട്ട്, ക്യാൻസർ എന്നിങ്ങനെ ഒക്കെ ശരിയാവുന്നേ. പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ? അതും ശരിയാ. ഞാൻ ഇന്നു മുതല് മിഠായി വാങ്ങലും നിർത്തി ട്ടോ. ഞാൻ ബർഗറും ഐസ്ക്രീമും എല്ലാം നിർത്തി. എന്തായാലും നമുക്കൊരു നല്ല തുക തന്നെ സമാഹരിക്കണം. ആർക്കായി എപ്പോഴാ പൈസക്ക് ആവശ്യം വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോരും പിരിയും ആ നീലിമലയിലാ പോയത്. ക്ഷീണിച്ചു കാണും പാവങ്ങള്. അത് ശരിയാ പറഞ്ഞത്. അല്ല, നമ്മുടെ ഗംഭീറിന്റെ വീട്ടില് സഹായനിധി പെട്ടി വെക്കാൻ ആരും പോയില്ലേ? എല്ലാവർക്കും മടിയാ. ഗംഭീർ അവിടുന്ന് പ്രശ്നമുണ്ടാക്കി വന്നതല്ലേ. അതൊക്കെ ഗംഭീർ മറന്നു കാണുന്നേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അയ്യോ, ഞാനില്ലേ. നീ ഇല്ലെങ്കി വേണ്ട, ഞാനേ കോരൂന് വിളിച്ചോളാം. ഞാൻ പോവാട്ടോ.
എടുത്തിട്ട് പോണുണ്ട് നിങ്ങളുടെ ചായ നിധി. അത് അതല്ല ഗംഭീരെ. ആ. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ കുറെ വലിയ പൊതുപ്രവർത്തകർ. ഇങ്ങോട്ട് വന്നേ. ആ അതായിരിക്കും നല്ലത്. ഓ ദേ ഇവനൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ മനസ്സിലാവൂ. പിന്നെ അതിന് സഹായം ചോദിച്ചു ഞാൻ നിങ്ങളോടേക്ക് വരുന്നില്ല. പോലെ ഓ, എല്ലാം ഈശ്വരന്റെ കയ്യിലാ, അത് മറക്കണ്ട. ഇങ്ങോട്ട് വന്നേ. നടക്ക്. പിന്നെ ചെല്ല് ചെല്ല് ചെല്ല്. ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വെളിപ്പുറത്തല്ലേ ഇരിക്കണേ? അല്ല പിന്നെ ശ്ശേ, സംഗതി അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ മുഴുവൻ പ്രശ്നത്തിലാ. ഇത്രയും പണം ഗംഭീർ എവിടുന്ന് സംഘടിപ്പിക്കും? ആർക്കറിയാം. നമ്മൾ കൊടുക്കുന്ന സഹായം സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നേരാ, നമ്മള് സഹായനിധി പെട്ടി വെക്കാൻ പോയപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയത്. നിങ്ങൾ അറിഞ്ഞോ? എന്താ കപിൽ, എന്താ? അത് പിന്നെ ഗംഭീറുണ്ടല്ലോ. ഗംഭീറിന് എന്താ പറ്റിയത്? ഒരു പാറപ്പുറത്ത് കയറി ഇറങ്ങാൻ പറ്റാതെ കുരുങ്ങിക്കിടക്കുകയാണെന്ന്. അവരെവിടെയാ? അങ്ങ് പയ്യാനിക്കോട്ടയിലെ പാറയില്. അയ്യോ മോട്ടു, നമുക്ക് പോയി നോക്കാം. അതെ അതെ, നമുക്ക് വേഗം പോയി നോക്കാം. ഈ വണ്ടിയിലെ ഓ, അവനൊരു ചക്കടാച്ച വണ്ടി. നമുക്ക് വേഗം പോയി നോക്കാന്നേ. നീ ഓടി വാ. എന്നാലും ഈ എനിക്ക് വണ്ടി സ്കൂട്ടർ നമുക്ക് പിന്നീട് സ്കൂട്ടർ പിന്നെ കാണാം. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഗംഭീർ, ഇങ്ങോട്ട് താഴെ ഇറങ്ങി വാ. പറയുന്നത് കേൾക്ക്. എന്തായി പറ്റിയത്? ഓ ഗംഭീർ ആകെ പ്രശ്നത്തിലാണെന്ന്. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ പാറപ്പുറത്ത് എങ്ങനെയാ കുടുങ്ങിയത്? കുടുങ്ങിയതല്ല, ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് കയറി ഇരിക്കുകയാ. ഗംഭീർ, നിന്റെ കൂട്ടുകാരൊക്കെ ദേ വന്നിരിക്കുന്നു. നീ താഴെ ഇറങ്ങ്. ഇല്ല സാറേ, അവരെന്നെ വെറുക്കും. കാരണം ഞാൻ അവരെ കളിയാക്കി ചീത്ത പറഞ്ഞു. എനിക്കിനി ജീവിക്കണ്ട. ഗംഭീറെ, ചെറിയ കാര്യങ്ങൾക്ക് മനം മടുത്തു എന്നൊക്കെ പറയുന്നത് ആത്മവിശ്വാസക്കുറവാ. ഗംഭീർ താഴെ ഇറങ്ങ്. അതെ ഗംഭീരെ, താഴെ ഇറങ്ങി വാ. താഴെ ഇറങ്ങ്. സാറേ, എന്റെ അമ്മയെ ചികിത്സിക്കാൻ പണം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ മകനാന്ന് പറഞ്ഞ് എന്തിനാ ജീവിക്കണത്? ഗംഭീറെ, അമ്മയെ ചികിത്സിക്കുവാനുള്ള പണമൊക്കെ ഗംഭീറിന്റെ കൂട്ടുകാരുണ്ടാക്കും. താഴെ ഇറങ്ങ്. സത്യമായിട്ടും ഗംഭീരെ, നമ്മുടെ സ്നേഹനിധി നിറയെ പണമാ. ഞങ്ങളുടെ കൂട്ടുകാരന്റെ അമ്മയ്ക്ക് വേണ്ടി അത് ചെലവാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് സന്തോഷമേ ഉള്ളൂ. കണ്ടില്ലേ ഗംഭീർ, നിന്റെ കൂട്ടുകാരുടെ സ്നേഹം. ഇറങ്ങി വാ ഗംഭീരെ, ഇറങ്ങി വാ. വാ ഗംഭീരെ, താഴേക്ക് വാ. താഴേക്ക് വാ. താഴേക്ക് ഇറങ്ങി വരൂ. പറയുന്നത് കേൾക്കൂ. വായോ. കൂട്ടുകാരെ, ഞാൻ വരാം. നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പില് ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഇതാ Thank you, sir. മക്കളെ, ഈ തുച്ഛമായ പണം കൊണ്ട് നിങ്ങൾക്ക് എത്ര പേരെ സഹായിക്കാൻ കഴിയും? സാറേ, ഇതുപോലെ നിരവധി പേരുടെ സഹായം കൊണ്ട് നല്ല രീതിയിൽ പണം പിരിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. നന്ദി സാർ. നന്ദി സാറേ. മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ശ്രമത്തിന് 100-ൽ 100 മാർക്ക്. സാറിനെ പോലുള്ളവരുടെ സഹായം കൊണ്ട് ഈ പുണ്യപ്രവൃത്തി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആ ഗംഭീറിന്റെ അമ്മയുടെ ചികിത്സക്ക് കുറെ അധികം പണം വേണ്ടി വരുമല്ലോ. വേണ്ടി ദാ, വരും. എന്റെ വക ആ ചികിത്സാ നിധിയിലേക്ക് കുറച്ച് പണം. ദാ. വളരെ ഉപകാരം. വളരെ ഉപകാരം സാർ. എന്നാ ശരി, നിങ്ങളുടെ പണികളൊക്കെ നടക്കട്ടെ. എങ്കിൽ ദൈവം ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ഓക്കെ. ശ്ശോ. ഛേ, ഈ മരുന്ന് വാങ്ങാൻ പോയി ഗംഭീറിനെ കാണുന്നില്ലല്ലോ. പറഞ്ഞത് നേരാണല്ലോ. ഗംഭീരാകെ വിഷമിച്ചിരിക്കുന്ന സമയമാ. നമുക്ക് ആർക്കെങ്കിലും പോയാ മതിയായിരുന്നു. ശരിയാ. അതൊന്നും കുഴപ്പമില്ല. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി ഗംഭീറിന്റെ വിഷമമൊക്കെ മാറി. പിന്നെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞു അതെയോ? ഗംഭീർ ഒരുപാട് കരഞ്ഞു. അല്ല സാറേ, പണം കണ്ടെത്താൻ ഞങ്ങൾ ഒരു വഴി കണ്ടെത്തി എന്നത് നേരാ. പക്ഷേ പണം തന്ന് സഹായിച്ചവർക്കാ നന്ദി പറയേണ്ടത്. അതെ, ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. പക്ഷെ നമ്മൾ ശ്രമിക്കില്ലെന്ന് മാത്രം. ദേ അങ്ങോട്ട് നോക്കിക്കേ. ദേ സാറേ, ഗംഭീർ. സുഖമില്ലാത്ത ഒരാളെ താങ്ങി പിടിച്ചാണല്ലോ വരവ്. ശരിയാണല്ലോ. സാറ്,
ഞാൻ വരണ വഴിക്ക് തീരെ വയ്യാതെ കിടക്കണ കണ്ടപ്പോ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. വളരെ നല്ലത് മോനെ. അല്ല മരുന്ന് കിട്ടിയോ? ആ കിട്ടി കിട്ടി കിട്ടി. ഗംഭീരേ, വേഗം മരുന്ന് കൊണ്ടു കൊടുക്ക്. ഈ ചേട്ടനെ ഞങ്ങൾ നോക്കിക്കോളാം. അതേ ഗംഭീരെ, ചേട്ടന് ഞങ്ങള് ഡോക്ടറെ കാണിക്കാം. ആ ചേട്ടാ, ഡോക്ടർ പതുക്കെ പോ. മെല്ലെ മെല്ലെ. ആ, ഓ എന്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരാനന്ദം. ഒരു കൂട്ടം കുരുന്നുകളുടെ പ്രവർത്തനം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ കരുണാമയമായല്ലോ. ഈശ്വരാ, ഈ കുട്ടികൾക്ക് നല്ലത് വരുത്തണേ. നമ്മെ വളരെയേറെ രസിപ്പിച്ച അനുഭവ ലോകത്തിൽ നിന്ന് ഇനി ടിങ്കുവിന്റെ ചിന്തകളിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ആ എന്നാ ടിങ്കുവിന് ഒരു ഹായ്ക്ക് ഒരു ബലമില്ലല്ലോ. എന്നാ പറ്റി? അയ്യോ, അങ്ങനെ ആരാ പറഞ്ഞത്? ഓ അത് ശരി, അത് നിനക്ക് വിഷമായോ? അത് ശരി. ഞാനത് ചിന്തിച്ചായിരുന്നു. എന്താ നീ ചിന്തിച്ചേ? എന്നെ അതിന് കൊള്ളില്ല. ഓ അത് ശരി. നിന്റെ കൂട്ടുകാർ പറഞ്ഞത് മാത്രമല്ല, നീ സ്വയമായിട്ട് ചിന്തിച്ചോ? എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? എനിക്കൊരു കഴിവില്ല. നിനക്കൊരു കഴിവില്ല എന്നാ പറയുന്നത്? അതെ അതെ. ഒരു കഴിവില്ലാതെ ലോകത്തിൽ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും പല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ അറിയണ്ട, എനിക്കൊരു കഴിവില്ല. അങ്ങനൊരു കഥയിലൂടെ അത് വ്യക്തമാക്കി തരാം. ഓക്കെ. ഒരു സ്ഥലത്ത് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ടൗണുകളിലും ചെല്ലും. തനിക്ക് കിട്ടിയ പഴയ സാധനങ്ങൾ കൂട്ടമായിട്ട് അദ്ദേഹം വിൽക്കും. ഒരു സ്ഥലത്ത് അദ്ദേഹം വിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി. തൻ്റെ കയ്യിൽ നിന്നും താൻ ഇട്ടിരിക്കുന്ന പഴയ സാധനങ്ങൾ ഓരോന്നോരോന്നായി ആളുകൾ വാങ്ങിക്കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഒരു പഴയ ഗിത്താർ തൻ്റെ കയ്യിൽ വന്നു. അദ്ദേഹം ചോദിച്ചു, ഇനി ഒരു ഗിത്താർ മാത്രമേ ഉള്ളൂ, ആർക്കെങ്കിലും വേണോ ഇത്? ആളുകൾ ഓരോരുത്തരായി വന്ന് നോക്കി. പഴയ ഗിത്താറാണ്, പൊടി പിടിച്ചിരിക്കുകയാണ്. ആർക്കും അതിനോട് താല്പര്യം തോന്നിയില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, 50 രൂപയ്ക്കാണെങ്കിൽ എനിക്കിത് തന്നേരെ. അപ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു, 70 രൂപയാണെങ്കിൽ ഞാനിതെടുത്തോളാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ മുമ്പോട്ട് വന്നു. ഈ ഗിത്താർ കയ്യിലെടുത്തു. അദ്ദേഹം അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. അതിൻ്റെ ഓരോ ലെയറും നന്നായിട്ട് മുറുക്കി. എന്നിട്ട് എന്തുണ്ടായിരുന്നു? അദ്ദേഹം പതിയെ ആ ഗിത്താർ വായിക്കുവാനായിട്ട് തുടങ്ങി. വളരെയധികം ശബ്ദകോലാഹലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ഗിത്താർ വായിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ആളുകൾ നിശബ്ദമായി നിന്നു. ആ സംഗീതം കേൾക്കുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാൻ തുടങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായത്? അദ്ദേഹം പാട്ട് നിർത്തി, ഗിത്താർ വായന നിർത്തി. ഉടനെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, 3000 രൂപയ്ക്ക് ഞാനിതെടുത്തുകൊള്ളാം. അപ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു, 4000 രൂപയ്ക്ക് ഞാൻ എടുത്തുകൊള്ളാം. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഞാൻ 5000-ന് എടുത്തുകൊള്ളാം. അങ്ങനെ 50 രൂപ പറഞ്ഞ ഗിത്താർ 5000 രൂപയ്ക്ക് വിറ്റുപോയി. എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ അറിയാം. എന്താ സംഭവിച്ചത്? ആ ഗിത്താർ വായിച്ചപ്പോൾ വിലയുണ്ടായി. അതെ, ഗിത്താർ പൊടി പിടിച്ചിരുന്നാൽ അതിനൊരിക്കലും വില കിട്ടത്തില്ലായിരുന്നു. എന്നാൽ അത് പൊടിയെല്ലാം മാറ്റി അതിൻ്റെ സ്പ്രിങ്ങൊക്കെ നന്നായിട്ട് മുറുക്കി അത് വായിച്ചപ്പോൾ, വായിക്കാൻ അറിയുന്ന ഒരാൾ അത് വായിച്ചപ്പോൾ അത് വിലയുള്ളതായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും ദൈവം കഴിവുകൾ നൽകിയിട്ടുണ്ട്, നല്ല കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ പൊടി പിടിച്ച അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും അത് വിലയുണ്ടാകില്ല. എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് വിലയെന്നും കൂടും. നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു വില നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, അത് ഉപയോഗിക്കുന്ന ഒരാളും കൂടെ വേണം, അല്ലേ? ആ ഗിത്താർ വായിക്കുവാൻ അറിയുന്ന ഒരാൾ ആ കയ്യിലൂടെ പോയപ്പോഴാണ് അതിന് വിലയായി തീർന്നത്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കുന്നവർക്ക് അവരുടെ കഴിവുകളെ പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കൂട്ടുകാരെ,
നിങ്ങളുടെ ജീവിതത്തിൽ കഴിവുകളെ മൂടി വെക്കുന്നവരാണോ? പൊടി പിടിച്ച അവസ്ഥയിലാണോ? കഴിവുകൾ അങ്ങനെ കളയാനുള്ളതല്ല. ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ കഴിവുകളെ സമർപ്പിക്കുക. അവൻ നിങ്ങളെ എടുത്തുപയോഗിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ഇന്നത്തെ അനുഭവങ്ങളും സന്ദേശങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പുതിയ രസക്കൂട്ടുകളുമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ ബൈ ബൈ.